നമസ്കാരം. പെരുമഴക്കാലം കേരളത്തിൽ വരാൻ പോവുകയാണ്. വൻ ദുരന്തങ്ങൾ ഉണ്ടാകാം. കൊടുങ്കാറ്റ്, വൻ പ്രളയം ആശങ്കയോടുകൂടി കേരളം മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനുമാണ് സാധ്യതയുള്ളതിനാൽ കാൽനട യാത്രക്കാരും വാഹനമോടിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് വരികയാണ്. കേരളത്തിലെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. തുടർച്ചയായ മഴ മലയോരങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണൊലിച്ചിപ്പ്, അതുപോലെ തന്നെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമായേക്കാം എന്നതിനാൽ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അനുസരിച്ച് മാറി താമസിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ എത്രയും വേഗം തന്നെ എടുക്കേണ്ടതാണ്. കരുതിയിരിക്കുക. കാലവർഷം വൻ നാശം വിതച്ച കേരളത്തിൽ ഉടൻ എത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കാറ്റും മഴയും പ്രളയവും ഉരുൾപൊട്ടലും ഇക്കൊല്ലം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുകൾ. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ മാസം 26-ന് കേരളത്തിൽ കാലവർഷം എത്താനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷം ആരംഭിക്കാറുള്ളത്. കഴിഞ്ഞ 2 വർഷവും ഇത് നേരത്തെ തന്നെയായിരുന്നു. 2024 മെയ് 30-നും കഴിഞ്ഞ വർഷം മെയ് 24-നുമായിരുന്നു സംസ്ഥാനത്ത് കാലവർഷം എത്തിയത്. കാലവർഷം ജൂൺ 1-ാം വാരത്തിൽ ശക്തിപ്പെടുകയും അതിശക്തമായ നാശങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം. കേരളത്തിൽ ലഭിക്കുന്ന ആകെ മഴയുടെ 70% ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ സീസണിലാണ് ലഭിക്കുന്നത്. കൂടാതെ നിലവിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിന് ആശ്വാസം ലഭിക്കാനും കാലവർഷത്തിന് സാധിക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കരയിൽ ആദ്യം കടക്കുന്നത് കേരളത്തിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. ഇവിടെ നിന്നും മഴ കേരളത്തിലേക്ക് കടന്നുവരാൻ 10 ദിവസമെടുക്കും. ഇന്ന് മുതൽ 2 ദിവസം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ശക്തമായ മഴ പെയ്യും. ലക്ഷദ്വീപിലും യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് സമീപകാലത്ത് ഏറ്റവും അധികം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചത്. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏറെയാണ്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഭയാനകമായ ഉരുൾപൊട്ടൽ ഒരു ഗ്രാമപ്രദേശം ഒന്നാകെ തന്നെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയത് നമ്മൾ കണ്ടതാണ്. ഇതിൽ സംഭവിച്ച ജീവനഷ്ടം എത്രയെന്ന് ഇന്നും തിട്ടപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തെ ഒന്നാകെ വേദനിപ്പിച്ച 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾക്കും പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി, കൂട്ടിക്കൽ ഉരുൾപൊട്ടലുകൾക്കും ശേഷം ദുരന്തഭീതിയുടെ നെഞ്ചു പൊട്ടിപ്പോയ അല്ലെങ്കിൽ നെഞ്ചുലപ്പ് ഉണ്ടാക്കിയ ഓരോ മഴക്കാലത്തെയും സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. കടുത്ത വേനലിന് ശേഷം കാലവും കോലവും തെറ്റിപ്പെയ്ത മഴ ഈ വർഷവും മലയാള നാടിനെ പ്രളയത്തിൽ മുക്കുമോ എന്ന ആശങ്ക അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് വയനാട്ടിൽ നിന്ന് നിലവിളികൾ ഉയരുന്നത്. 2020 ഓഗസ്റ്റ് 7 രാത്രി 10:00 ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്.
ഒലിച്ചിറങ്ങിയ വെള്ളത്തിനൊപ്പം ഇടുക്കി പെട്ടിമുടി മലയടിവാരത്തെ 4 തൊഴിൽ ലയങ്ങൾ ഒന്നിച്ച് ഒലിച്ചുപോയി. ദുരിതത്തിൽ 70 പേർ മരിച്ചു. 2019 ഓഗസ്റ്റ് 8-നാണ് മലപ്പുറത്തെ മലയോര മേഖലയായ കവളപ്പാറയിൽ ഉരുൾപൊട്ടുന്നത്. കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നിനെ വിഴുങ്ങിയ ഉരുൾപൊട്ടലിലും പ്രളയത്തിലും 59 ജീവനുകളാണ് നഷ്ടമായത്. കവളപ്പാറ ഉരുൾപൊട്ടലിന്റെ അന്നു തന്നെയാണ് വയനാടിനെ ഈ ദുഃഖത്തിലാഴ്ത്തി പുത്തുമല ദുരന്തവും ഉണ്ടാകുന്നത്. 2019 ഓഗസ്റ്റിലുണ്ടായ ഈ ദുരിതത്തിൽ 17 പേരാണ് മരിച്ചത്. 50-ലേറെ വീടുകൾ ഒലിച്ചുപോയി. 2001 നവംബർ 10-നാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ അമ്പൂരിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 6 കുടുംബങ്ങളിലായി 30 പേരാണ് അന്ന് മരിച്ചത്. 2021 ഒക്ടോബർ 16-ന് ഉച്ചയ്ക്കാണ് കോട്ടയം ജില്ലയിലെ കുട്ടിക്കലിലും സമീപം പഞ്ചായത്തായ ഈ കൊക്കയാറിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 21 ജീവനുകളാണ് ഉരുളിൽ അന്ന് പൊലിഞ്ഞത്. അങ്ങനെ എത്രയോ ജീവനുകൾ. പാഠം പഠിക്കാത്ത പല നടപടികളും തന്നെയാണ് കേരളത്തിൽ ഇത്തരം ദുരിതം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള വനനശീകരണവും അതുപോലെ തന്നെ പെട്ടെന്ന് മഴവെള്ളം ഒലിച്ചു വരുന്ന അല്ലെങ്കിൽ മലവെള്ളം ഒലിച്ചു വരുന്ന രീതിയിലുള്ള നീക്കവും ഒക്കെ തന്നെയാണ് ഒറ്റ അടിക്ക് അല്ലെങ്കിൽ ഒരു പുഴയുടെ ഇരട്ടി അധികം ശക്തിയോടുകൂടിയാണ് മലവെള്ളം ഒലിച്ചു വരുന്നത്. എന്തായാലും അത്തരം മഴ ഒരു ഭീതിജനകമായ മഴയാകാതിരിക്കട്ടെ എന്നുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ആശ്വാസകരമായ വാർത്തകൾ മാത്രം വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം.